ലേറ്റസ്റ്റ് ആയിട്ട് ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ക്രൈം ത്രില്ലർ ഡ്രാമ വെബ് സീരീസ് ആയിരുന്നു ഇത്. സിനിമയ്ക്കുള്ളിൽ നിമിഷ സജയൻ, റോഷൻ മാത്യു തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയാൻ സാധിക്കുന്നത് ഇത് കുറച്ച് ട്രൂ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സീരീസ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. കഥ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ആന വേട്ടക്കാരുടെ കഥയാണ് പറയുന്നത്. അവരുടെ കഥ മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ കഥയാണെന്ന് പറയാൻ സാധിക്കില്ല. ആനകളെ വേട്ടയാടി കൊല്ലുന്ന ഒരു കൂട്ടം വേട്ടക്കാർ, അവരെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് ഭോജർ എന്ന് പറയാൻ സാധിക്കും. ഈ ഭോജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടക്കാരൻ എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഈ ഒരു സീരീസിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ പറയേണ്ടത് ഒരു യുണീക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സീരീസ് എന്തായാലും നിങ്ങൾക്ക് തരും. അതിനുള്ള റീസൺ എന്നുള്ളത്, ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനുള്ളിലൂടെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നടത്തുന്നത്. എന്നാൽ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ടൈപ്പ് ഒരു ക്രിമിനലിനെ പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ക്രൈമിന് പിന്നിലെ സത്യാവസ്ഥ തെളിയിക്കാനോ പോലീസ് ഉദ്യോഗസ്ഥരെ നടത്തുന്ന ഒരു അന്വേഷണമല്ല ഇവിടെ കാണിക്കുന്നത്. മറിച്ച് ഈ ഒരു സീരീസിനുള്ളിൽ തുടക്കത്തിൽ തന്നെ ഒരു ആനവേട്ട അല്ലെങ്കിൽ ഈ ആനക്കൊമ്പുകളൊക്കെ ശേഖരിക്കുന്ന കുറച്ച് സസ്പെക്ട്സുകളുടെ പേരുകളൊക്കെ കിട്ടുകയാണ്. ശേഷം ഇവരെ പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് ശരിക്കും ഈ ഒരു സീരീസിലൂടെ ഉടനീളം കിട്ടുന്നുണ്ടായിരുന്നു. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇതിൻ്റെ ഒരു കഥാ പരിസരത്തിലൂടെ മെയിനായിട്ട് പങ്കുവയ്ക്കുന്നത് ഒരു നല്ല മെസ്സേജാണ്. അതായത് ഒന്നാമതായിട്ട് പറയേണ്ടത്, നമുക്ക് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെന്നുള്ളത് എന്താണ്, എന്തിനു വേണ്ടിയാണ്, അവരുടെ ആവശ്യകത നമ്മുടെ ഈ ഒരു ഭൂമിക്ക് എത്രത്തോളം അനിവാര്യമാണ് എന്നൊന്നും നമുക്ക് കാര്യമായിട്ട് അറിയില്ല. പക്ഷേ ഈ ഒരു സീരീസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരോട് ഒരു റെസ്പെക്റ്റ് തോന്നും. അത്തരത്തിലുള്ള ഒരു സംഭവം ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിലൂടെ പ്രേക്ഷകരിലേക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നിങ്ങളൊരു ആനപ്രേമിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആകുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ ഇതിൻ്റെ ഒരു മെയിൻ തീമിലും ഉണ്ടാകും. അതാണ് ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള വശം എന്നുള്ളത്. കൂടാതെ പെർഫോമൻസ് വൈസിൽ ഒരുപാട് ഇമ്പ്രസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിമിഷ സജയനാകട്ടെ, റോഷൻ മാത്യു ആകട്ടെ, ഇവരൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള കുറച്ച് സർപ്രൈസിങ് പ്രകടനങ്ങളൊക്കെ ഈ ഒരു സീരീസിനുള്ളിൽ നിന്ന് കിട്ടി. അതിലൊന്ന് പ്രധാനമായിട്ട് പറയേണ്ടത്, ഈ ഒരു ചിത്രത്തിനുള്ളിൽ ഒരു മോറിസ് എന്ന് പറയുന്ന ഒരു കരകൗശല വസ്തുക്കളൊക്കെ കൊമ്പുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുണ്ട്. കുറച്ച് സ്പേസേ ഉള്ളൂ പുള്ളിക്ക് ഈ ഒരു സീരീസിനുള്ളിൽ. അദ്ദേഹത്തിൻ്റെ പേര് എന്നുള്ളത് അമൽ രാജ്ദേവ് എന്നുള്ളതാണ്. പുള്ളിയുടെ പെർഫോമൻസ് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് വന്നു കഴിയുമ്പോൾ തന്നെ സിനിമയുടെ ഒരു ആംബിയൻസ് പെട്ടെന്ന് ടോട്ടലി ചേഞ്ച് ആകുന്ന പോലെ തോന്നും. അത് സീരീസ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് ആ ഒരു ടൈമിൽ തന്നെ പ്രേക്ഷകരെ കുറച്ച് എനർജറ്റിക് ആക്കും എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പൊയ്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അത്യാവശ്യം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഒരു കിളി പോയ സൈസിലുള്ള ഒരു ക്യാരക്ടറാണ്. പ്രവീൺ എന്ന് പറയുന്ന ഒരു ആക്ടറാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രകടനവും എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടാതെ നമ്മുടെ സൂരജ് പോപ്സ് എന്ന് പറയുന്ന ആക്ടർ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു എന്താണ് പറയുന്നത്, ഈ ആനവേട്ടയ്ക്കൊക്കെ ഉൾപ്പെട്ട ഒരാളായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനം ഒക്കെ നോട്ടബിൾ ആയിരുന്നു. ഞാൻ എടുത്തു പറഞ്ഞത്, ഇവരൊക്കെ ചെറിയ ചെറിയ കാസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ റോൾസിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും പല സിനിമകളിലൊക്കെ കാണാറുള്ളത്. പക്ഷേ ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള അല്ലെങ്കിൽ നല്ല ഒരു ഡെപ്തുള്ള ഒരു ക്യാരക്ടറായിട്ട് ഇവരുടെ കഥാപാത്രങ്ങളിലൊക്കെ തോന്നി. പിന്നെ നിമിഷ സജയൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അഭിനേത്രി തീർച്ചയായിട്ടും നല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ ആ ഒരു അഭിനേത്രിയുടെ ഇതുവരെയും കാണാത്തൊരു പെർഫോമൻസ് ആണ് ഇതിൽ എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ, ആ ഒരു ആക്ട്രസിന് ഏറിയ പങ്കും അല്ലെങ്കിൽ ഒരു 10-9% സിനിമയിലും ഒരു സീരീസ് റോളാണ്. ഇതിലും അത്തരത്തിലുള്ള ഒരു സീരീസ് റോളാണ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ റോഷൻ മാത്യു ആകട്ടെ, അങ്ങനെയുള്ള താരനിരകളൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു മെയിൻ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്, ഡിബേദു ഭട്ടാചാരി എന്ന് പറയുന്ന ആക്ടറാണ് ആ ഒരു പ്രകടനം അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നായികയുടെ കൂടെ ഉള്ളതാണ്. എന്തായാലും ആ ഒരു പുള്ളിയുടെ പ്രകടനം ഒക്കെ കൊള്ളാമായിരുന്നു. പിന്നെ പറയാനുള്ളത് ചിത്രത്തിൻ്റെ ടെക്നിക്കൽ വർക്കിനെ പറ്റിയാണ്. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, ഒന്ന് സിനിമാറ്റോഗ്രഫി, അതുപോലെ തന്നെ ഈക്വലായിട്ട് VFX വർക്കും. ഇപ്പോൾ VFX വർക്കിൻ്റെ കാര്യം ഒന്ന് ആദ്യമേ പറയണം. ഇതിനുള്ളിൽ കാടും പരിസരവും ഒക്കെയാണ് നമ്മളിലേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്സാണ് നമ്മുടെ മനസ്സിനുള്ളിൽ ഈ കാട് കാണിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിനുള്ളിൽ ഈ അവിടുത്തെ ആ ഒരു വൈൽഡായിട്ടുള്ള ആനിമൽസിനെയും കൂടി പക്കാ റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ച് എങ്ങനെയിരിക്കും. ഇവിടെ അത്തരത്തിലുള്ള ഒരു മാജിക്ക് സംഭവപ്പെട്ടിട്ടുണ്ട്. ഈ സീരീസിനുടനീളം എല്ലാ എപ്പിസോഡിലും ആനിമൽസ് അത്തരത്തിലുള്ള എഫക്ട്സ് വർക്കുകളിലൂടെ മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കയ്യടി കൊടുക്കേണ്ട ഒരു വർക്ക് എന്ന് തന്നെ പറയാൻ സാധിക്കും. എസ്പെഷ്യലി ഈ കാട്ടാനേനെയൊക്കെ കൊണ്ടുവെക്കുന്നത് ചിലതൊന്നും നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല. ഇതൊക്കെ VFX ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും.
അത്തരത്തിലുള്ള ഒരു ഗംഭീര ഔട്ട്സ്റ്റാൻഡിങ് വർക്കും ഈ എഫക്ട്സ് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കൂടാതെ DOP കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്തോ, പല സിറ്റുവേഷനും സിംഗിൾ ടേക്കിലാണ് പോകുന്നത്. അത് ഒരു കട്ട് പോലും, ഒരു എഡിറ്റിംഗ് കട്ട് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഒരൊറ്റ ടേക്ക് ആയിരിക്കും. അവിടെ അത്യാവശ്യം അഭിനേതാക്കളും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. കൂടാതെ നല്ലൊരു പ്രകടനം സിനിമാറ്റോഗ്രാഫറും കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഓവറോൾ പറയുമ്പോൾ പിന്നെ BGMസും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. എടുത്തു പറയേണ്ടത് സിനിമയുടെ ഒരു ടൈറ്റിൽ BGM ഒക്കെ കേൾക്കാൻ നല്ലൊരു രസമായിരുന്നു. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും സിനിമയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് വിടാൻ വേണ്ടി ആ ഒരു ടൈറ്റിൽ BGMന് നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കേ ഈ സീരീസ് കൊള്ളാം. എങ്കിൽ കൂടിയും എനിക്ക് പ്രധാനമായിട്ട് പറയാൻ തോന്നുന്ന ഒരു 2 കാര്യങ്ങളാണ്. ഒന്ന് എന്നുള്ളത് ഈ സംഭാഷണം, അതായത് ഈ ഒരു ചിത്രത്തിലെ സംഭാഷണങ്ങൾ ആരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല. എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഭാഷണമാണോ നടത്തുന്നത്, അതോ ഫിലോസഫിയാണോ, അല്ലെങ്കിൽ ഫിലോസഫി എല്ലാം ആണോ നമ്മളോട് പറയുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു 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 ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭാഷണം എടുത്താണ് ഈ ഒരു ചിത്രത്തിന് ഉടനീളം നടത്തിയിട്ടുള്ളത്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് സീരീസ് ആണോ അതോ ഡോക്യുമെൻ്ററി ആണോ, ഇവരെന്താണ് ഈ പറയുന്നത്, ഡോക്യുമെൻ്ററി സ്റ്റൈലാണല്ലോ ഇത് എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന രീതിയിൽ ഉള്ള സംഭാഷണങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഫിലോസഫിയൊക്കെ കടന്ന് പറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ വല്ല നോവലിനൊക്കെ എഴുതുകയാണെങ്കിലുള്ള വാക്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങനെ കടന്നിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ പറയുകയാണ്. നമുക്ക് ആ ഒരു സംഭാഷണങ്ങളൊക്കെ ചില നടീനടന്മാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ദാരുണമായിട്ടുള്ള ഒരവസ്ഥ തോന്നും. കാരണം എന്താണ് ഈ പറയുന്നത്, നാടകമാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ. ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ഇതിൻ്റെ സംഭാഷണങ്ങൾ തന്നെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അത് ചില ആളുകളുടെ പ്രകടനത്തിലേക്കും കൂടി എത്തുമ്പോഴത്തേക്കും, പ്രകടനത്തിൻ്റെ കാര്യം കൂടി എന്ന് പറയാം കേട്ടോ, എല്ലാവരും മികച്ചായിരുന്നു എന്ന് പറയുമ്പോഴും ചില കുഞ്ഞി കാസ്റ്റിങ്, കുഞ്ഞി ചെറിയ കാസ്റ്റിങ് അവരൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കറിയാം ഇവരെ കൊണ്ട് താങ്ങുന്നില്ലത്. ഓക്കെ, അവർക്ക് ഒന്നാമത്തെ സംഭാഷണം എന്നുള്ളത് നാടകീയത നിറഞ്ഞാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആവറേജ് പെർഫോമൻസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ആ ഒരു അവസ്ഥയും ഈ ഒരു സീരീസിനുള്ളിലുണ്ട്. കൂടാതെ ഒരു ചിന്ന അഭിപ്രായങ്ങൾ കൂടി ഉണ്ട്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ലീഡിങ് ക്യാരക്ടർ നിമിഷ സജിനാണ്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇമോഷനെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ചിത്രം ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു അഭിനേത്രിയുടെ പ്രകടനം കാണുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം, എന്തിനാണ് ഇത്രത്തോളം ആവലാതി പിടിക്കുന്നത്? ഓക്കെ, ഈ അന്വേഷണ വേദിയിൽ ഇത്രത്തോളം പരിഭ്രാന്തിപ്പെട്ട് ഇത് അന്വേഷിച്ച് കണ്ടെത്തിയേ മതിയാവും എന്നുള്ള രീതിയിൽ എന്തിനാണ് ഇങ്ങനെ പ്രകടനം കാഴ്ചവെക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ആദ്യമേയൊക്കെ എനിക്ക് തോന്നി. പിന്നെ അതിനുള്ള റീസണും കിട്ടി. പക്ഷേ അത്രത്തോളം ഒരു പ്രകടനം കൊടുക്കേണ്ട ഒരു കഥാപാത്രമാകുമ്പോൾ അതിനനുസരിച്ചുള്ള റീസണും, അത് ഒരു ഫ്ലാഷ് ബാക്കാണ്, അച്ഛനെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്, അതിന് പ്രേക്ഷകർക്കും കൂടി അത് മനസ്സിലാകുന്ന രീതിയിൽ, കൺവീൻസിങ് ആകുന്ന രീതിയിൽ അവരെയും കൂടി ആ ഒരു ഇമോഷണലി ഇതുപോലെ തന്നെയാണ് നീ വേണ്ടത്, നീ ഇങ്ങനെ തന്നെ മുന്നോട്ട് പൊക്കോ, അല്ലെങ്കിൽ ആ പ്രകടനം കാണുമ്പോഴത്തേക്കും ഒരു ആവേശത്തോടെ പോകുന്ന പോലെയാണ്. അപ്പോൾ അത് നമുക്ക് കൂടി തോന്നണം. ആ ഒരു എഴുത്തിലും അത് മിസ്സായി പോയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് തോന്നുമില്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തീർച്ചയായിട്ടും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. എന്നിരുന്നാൽ കൂടിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. വലിയ ബോറടിയൊന്നുമില്ല. ആദ്യത്തെ ഒരു 1, 2, 3 എപ്പിസോഡുകൾ നിങ്ങളെ ശരിക്കും മുഷിപ്പിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആകുന്ന തരത്തിലുള്ള ഒരു സീരീസാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു യൂണീക്കായിട്ടുള്ള പ്ലോട്ടുണ്ട്. അതിനുള്ളിൽ നല്ല രീതിയിലുള്ള മെസ്സേജ് എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അഭിനേതാക്കൾ അത്യാവശ്യം ഡീസൻ്റായിട്ടാണ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. പിന്നെ ക്വാളിറ്റിയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒന്ന് നിങ്ങൾക്ക് കണ്ടിരിക്കാം. പിന്നെ നിങ്ങളൊരു സീരീസ് എന്ന് കേട്ട് കഴിയുമ്പോൾ, അതും ഒരു ത്രില്ലർ സീരീസ് എന്ന് കേട്ട് കഴിയുമ്പോൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, വൗ ഫാക്ടർ ഇതൊക്കെയാണ് ഉള്ളതെന്ന് വിചാരിച്ച് പോകരുത്. ഇത്തരത്തിലുള്ള മാജിക്കുകളൊന്നുമില്ല. അത്യാവശ്യം ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറിയാണെന്നൊക്കെ പറയാൻ സാധിക്കും. എങ്കിലും അവിടെ ഇവിടങ്ങളിൽ കുറച്ച് ടേണൊക്കെ എന്തായാലും ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്തായാലും ഈ ഒരു സീരീസിന് 7 out of 10 ആണ് നൽകുന്നത്, 10ൽ 7. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു സീരീസിൻ്റെ വിശേഷമായിട്ട് കാണാം.